മാധ്യമ വിചാരണ നല്ല രീതിയിലാണോ മുന്നേറുന്നത്? നോക്കൂ, നടിയെ ആക്രമിച്ച കേസ് ഉദാഹരിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നടിയെ ആക്രമിച്ച കേസിൽ ആ കേസിൻ്റെ തുടക്കത്തിൽ സാധാരണ എല്ലാ മാധ്യമങ്ങളും കൈകാര്യം ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ അന്ന് പ്രവർത്തിച്ചിരുന്ന റിപ്പോർട്ടർ ടിവിയും പ്രവർത്തിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ ഈ കേസ് അതിൻ്റെ പ്രതിസ്ഥാനത്തുള്ള ആൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ഒരു ആക്ടിവിസ്റ്റ് റോൾ എടുത്തത്. അവിടെ ഒരു മാധ്യമത്തിന് റോളുണ്ട്. കാരണം ഒന്ന്, ജുഡീഷ്യറി അതിൻ്റെ ഭാഗമാണ്. രണ്ട്, ഈ പറയുന്ന പ്രതിഭാഗത്തിൻ്റെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സിനിമാ ലോകത്തെ ചക്രവർത്തിയായി വാഴുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന രീതിയിലുള്ള സംഭവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും അയാളുടെ ചുറ്റുവട്ടം മുഴുവൻ സിനിമാക്കാരായിരിക്കുമല്ലോ. ആ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ടാണ് അയാൾ ആ കുറ്റകൃത്യം ചെയ്യുന്നതായി ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ ഭാവിയിൽ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടും എന്നുള്ള ഘട്ടം വന്നപ്പോഴേക്കും അവരിൽ പലരും മൗനം അവലംബിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് വേറൊരു സംവിധായകൻ വന്നിട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നത് വെളിപ്പെടുത്തുന്നത്. എനിക്കെതിരെ ഇന്നും 5 കേസുണ്ട് ഡോക്ടർ ഷിലിജാസ്. എനിക്കെതിരെ കോടതി അലക്ഷ്യമുണ്ട്. അപ്പോൾ ഈ 5 കേസും കോടതി അലക്ഷ്യവും അതിജീവിച്ചുകൊണ്ടാണ് നമ്മളത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതെൻ്റെ പൗരധർമ്മം അല്ലെങ്കിൽ എൻ്റെ മാധ്യമധർമ്മം എന്നുള്ള നിലയിലാണ് നമ്മളവിടെ ആ റിപ്പോർട്ടിലേക്ക് പോകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്, ആ കേസിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങി വെച്ച ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. എനിക്കെപ്പോഴും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരേ മാധ്യമങ്ങൾ തന്നെ 2 കാലഘട്ടത്തിൽ 2 നിലപാടെടുക്കുന്ന രീതി. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, സ്വാതന്ത്ര്യ സമര കാലത്ത് വളരെ ധീരമായ നിലപാടുകൾ എടുത്ത മലയാളം പത്രങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. മനോരമ ആയാലും മാതൃഭൂമി ആയാലും ദേശാഭിമാനി, ജനയുഗം, കേരളഭൂഷണം എന്നൊക്കെ പറയുന്ന പത്രങ്ങൾ കൃത്യമായിട്ട് അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും മതപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള അനീതികൾക്കെതിരെയും ഒക്കെയും ശബ്ദിച്ച പത്രങ്ങളാണ്. പക്ഷെ ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതേ പത്രങ്ങൾ തന്നെ മതത്തെയും വിശ്വാസത്തെയും ആചാരങ്ങളെയൊക്കെയും കൂട്ടുപിടിക്കുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗതികേട് എന്ന് അതിനെ വിളിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിലപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നിലപാടുകൾ മാറാൻ പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മൊത്തത്തിൽ നിർബന്ധിക്കപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും? എനിക്കൊന്ന് മത്സരം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിലനിൽപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. നിങ്ങളൊരു മതത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കൂ. ഒരു മാധ്യമം, പ്രത്യേകിച്ച് പത്രങ്ങൾ. ടെലിവിഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാൾ വിലക്കാൻ കഴിയില്ല. പത്രങ്ങളാണെങ്കിൽ നാളെ പത്രം ഇടണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളൊരു വലിയ പരിഷ്കൃത സമൂഹത്തിൽ നിന്നുകൊണ്ട് മാത്രം ചോദിക്കാൻ കഴിയുന്ന ചോദ്യമാണ് ഡോക്ടർ ഷിലിജാസ് ഇപ്പോൾ ചോദിച്ചത്. നമ്മൾ മതഭ്രാന്തന്മാരുടെ കൂടി നാടാണ്. നമ്മൾ ഇന്ത്യയെ വിലയിരുത്തുമ്പോൾ നമ്മൾ പറയും വടക്കേ ഇന്ത്യയിൽ ഭയങ്കരമായ വർഗീയതയാണ്, നമ്മളെന്തോ വളരെ സെക്യുലറായിട്ടുള്ള സ്ഥലമാണെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ ഇടതുപക്ഷം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാ പൗരന്മാർക്കും തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ കഴിയുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ അഭിപ്രായമായി കൂട്ടിക്കോളൂ, പക്ഷെ എൻ്റെ വിശ്വാസം പൂർണ്ണമായും അതാണ്. അതേസമയം തന്നെ നല്ല മതഭ്രാന്തന്മാർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് കേരളം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ എത്ര മഠങ്ങളുണ്ട്, എത്ര മറ്റ് മതകേന്ദ്രങ്ങളുണ്ട്. ഒരു വാർത്ത വന്നതുകൊണ്ട് ആ പത്രം എത്രയോ കാലം അവർ ഉപരോധിച്ച് നിന്നതിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാവസായിക അടിസ്ഥാനം, അങ്ങനെ ചിന്തിക്കാമോ എന്ന് ചോദിച്ചാൽ പാടില്ല. വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്ന പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനോടൊക്കെ വഴങ്ങി ജീവിക്കുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ടെലിവിഷൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഡിസൈൻ ചെയ്ത ഏറ്റവും നല്ല പ്രോഗ്രാമുകളിൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ അത് പറയും. കാണാത്ത കേരളം എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്കുണ്ടായിരുന്നു. അത് 36 എപ്പിസോഡാ മറ്റേ ആകെ പോയിട്ടുള്ളൂ. 36 എപ്പിസോഡ്. ഈ 36 എപ്പിസോഡ് എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയോ? ഒന്നിച്ച് ഷൂട്ട് ചെയ്തു. സ്റ്റിംഗ് ഓപ്പറേഷനാണ്. നമ്മൾ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവരോട് സാധാരണഗതിയിൽ പിന്നെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ, സോ കോൾഡ് ആചാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞു. ഇത് ദൃശ്യമാധ്യമങ്ങളിൽ പറ്റിയൊരു കണ്ടന്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയൊരു ദൃശ്യമായിട്ടുള്ള ഒരു വശവും കൂടി ഉണ്ടല്ലോ. അപ്പോൾ കേരളം എന്ന് പറയുന്നത് നമ്മൾ ഒരു ജംഗ്ഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ, മുമ്പൊക്കെ നമ്മളോടിപ്പം
ഇന്ന ആള് മറ്റേ ഉറുക്ക് കെട്ടുന്ന ആൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചരട് കെട്ടുന്ന ആള്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത് എന്ന് വെച്ചാൽ നമ്മൾ ജംഗ്ഷനിൽ പോയിച്ചാൽ പറയും ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ നടന്നാൽ അവിടെ ഒരു കിണറാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കുന്നത്, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു നമ്മളോട് ദീർഘമായ വഴി പറയും. ഇപ്പൊ ജംഗ്ഷനിലാണത്, എല്ലാ മതങ്ങളുടെയും ജംഗ്ഷനിലാണ് ആ സാധനം. അപ്പൊ അത്രയധികം എന്താ പറയേണ്ട ഒരു ദുർഗ്രഹമായിട്ടുള്ള, അത്രയധികം സങ്കുചിതമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മാധ്യമങ്ങളെയും കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ആ രീതിയിൽ പ്രവർത്തിച്ച് തൽക്കാലം ഒന്ന് കഴിച്ചലായി പോവുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളീയ സമൂഹം മതം മാത്രമല്ല, ഈ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മതമാണ്, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് മതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. മതത്തിനെ കൂട്ടിക്കെട്ടിയല്ലാതെ നമുക്ക് ഒരു വിഷയവുമില്ല, ഒരു വ്യവഹാര മേഖലയുമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇത് ഒരു പുരോഗമന കേരളമാണ് നമ്മളെന്ന് അഭിമാനിക്കുന്ന സമയത്ത് ഇതിനെ അതിജീവിക്കാൻ പറ്റാതെ പോകുന്നത് ഒരു വലിയ ഒരു ആശയ സംഘർഷത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ എത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ അവര് കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു മതത്തിന് അതീതമായിട്ടൊക്കെ അല്ലെങ്കിൽ ജാതി സങ്കല്പങ്ങൾക്ക് അതീതമായിട്ടൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറയുണ്ട് നവമാധ്യമ രംഗത്ത്. പക്ഷെ അവർ പോലും കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് ഈ ഒരു കാര്യം പോകുന്നത്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, കേരളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ വളർച്ച, അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അതിനൊരു പാറ്റേൺ ഉണ്ട്, ആ വളർച്ചയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ തുടക്കത്തിൽ നമുക്കറിയാം ആത്മാർത്ഥമായിട്ട് പത്രപ്രവർത്തന രംഗത്ത് നിന്നിരിക്കുന്ന ആളുകൾക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായിരുന്നത്. പലർക്കും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. പലരും നാട് കടത്തപ്പെട്ടിട്ടുണ്ട്, പലരും ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കാര്യമാണെങ്കിലും കേസരി ബാലകൃഷ്ണപിള്ളയുടെ കാര്യമാണെങ്കിലും വക്കം മൗലവി, ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അവർ വേദനിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു ജനറേഷനാണ്. പക്ഷെ അതിനുശേഷം ഒരു 90s എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി പത്രക്കാരന്റെ സ്റ്റാറ്റസ് കൂടി. വിവാഹ കമ്പോളത്തിലൊക്കെ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നതിനോട് ഏറെക്കുറെ ഈക്വലായിട്ട് പത്രപ്രവർത്തകൻ വന്നു. അവൻ സമൂഹത്തിൽ ആക്സസിബിലിറ്റി കൂടി, ബഹുമാനം കൂടി, സ്റ്റാറ്റസ് പൊസിഷനൊക്കെ കൂടുന്നു. അതൊരു അധികകാലം നീണ്ടു നിന്നില്ല. ഒരു 10 വർഷം മുൻപോട്ട്, പ്രത്യേകിച്ചും ഒരു കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു കാലം, 6-7 വർഷമായിട്ട് നമ്മൾ മാപ്ര എന്ന് വിളിക്കാൻ തുടങ്ങി മാധ്യമപ്രവർത്തകനെ. ഈ മാപ്ര എന്നുള്ള വിളി സ്നേഹം കൊണ്ടുള്ള വിളിയല്ല, നമ്മൾ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ഇതിലേക്ക് പത്രക്കാരനെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനെ എത്തിച്ചത് എംബഡഡ് ജേർണലിസമാണ്. എത്തിക്സ് ഇല്ലാത്ത മാധ്യമ പ്രവർത്തനം തുടങ്ങി, എംബഡഡ് ജേർണലിസം തുടങ്ങി. അപ്പൊ ഈ ഒരു പാറ്റേൺ എന്തായിരിക്കും ഭാവി കേരളത്തില് മാധ്യമ പ്രവർത്തകന്റെ ഈ പാറ്റേണിൽ എന്ത് മാറ്റമായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഇത്രയും നമ്മൾ കണ്ടു, 3 ഘട്ടമായിട്ടുള്ളൊരു വളർച്ച കണ്ടു. ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഒരു കാര്യം ശരിയാണ്, അതായത് മാധ്യമ പ്രവർത്തകർ വളരെ പരിമിതമായ ജീവിതമുണ്ടായിരുന്നവരാണ്. പിന്നീട് ടെലിവിഷൻ മാധ്യമങ്ങൾ വന്നപ്പോൾ പ്രത്യേകിച്ച്, അതിനു മുമ്പ് ചില മാധ്യമങ്ങളിൽ, പത്രമാധ്യമങ്ങളിലുള്ളവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ജീവിത രീതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ടെലിവിഷൻ മാധ്യമങ്ങൾ വന്നതിന് ശേഷം എല്ലാ മാധ്യമങ്ങളും ഏതാണ്ട് ഒരേ രീതിയിലുള്ള ശമ്പള സ്കെയിലിലേക്ക് എത്തണം എന്നുള്ള നില വന്നു. ഇനി ഏതാണ്ട് ഒരുപോലെ അല്ലെങ്കിൽ തന്നെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ശമ്പള സ്കെയിലിലേക്ക് വരണം എന്നുള്ള നില വന്നു. അപ്പോഴാണ് നേരത്തെ ശ്രീയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സിനിമകളിൽ ഡയലോഗ് വന്നു, ഇന്ന ചാനലിൽ വർക്ക് ചെയ്യുന്ന ആള് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് അത് വന്നു. അതുപോലെ എല്ലാവരും EMI എടുത്ത് കാറുകൾ വാങ്ങി, അതുപോലെ തന്നെ വീടുകൾ വാങ്ങി. അപ്പോൾ അത് നിലനിർത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാനേജ്മെന്റിന്റെ റോളിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള നില മാത്രം കൈവന്നു. അപ്പോൾ എന്തും വരട്ടെ ഞാൻ ഇത് പറയും എന്ന് വരുന്ന ഒരു സമൂഹം ഏതാണ്ട് ഇല്ലാതായി തുടങ്ങി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ജേർണലിസ്റ്റുകളുടെ ഒരു വ്യക്തിപ്രഭാവമൊന്നും കുറഞ്ഞിട്ടില്ല. നല്ല ജേർണലിസ്റ്റുകൾ ഉണ്ടായി, നല്ല കുട്ടികൾ പുതുതായി വന്നു, നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവരുടെ വന്നു. പക്ഷെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണാത്മക റിപ്പോർട്ട് എന്ന് പറയുന്നത് വംശനാശം വന്നു, കുറ്റിയേറ്റുപോയി എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ ടെലിവിഷനിൽ തുടങ്ങുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ ആവേശഭരിതമായിട്ടുള്ളത് ഈ പറയുന്ന അന്വേഷണാത്മക റിപ്പോർട്ടിലാണ്. എപ്പോഴും നമ്മൾ
പിന്നെ റിപ്പോർട്ടർമാരോട് പത്രങ്ങളിൽ പ്രത്യേകിച്ചും അതെ അന്വേഷണാത്മകമായ റിപ്പോർട്ടിനാണ് പ്രാധാന്യം. അതെ റിപ്പോർട്ടർമാരോട് പറയുന്നത് എന്താണ്, നീ ഈ റുട്ടീൻ വർക്കൊക്കെ ചെയ്ത് നടന്നോ, ഇതൊന്നും കാലക്രമേണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കില്ല. ഇതിൻ്റെ പേരിൽ ഒരു വാർത്ത ഓർക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്. സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണല്ലോ, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് കൊണ്ടുവരണം. അപ്പോൾ അത് കുറ്റിയേറ്റുപോയി എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. പുതിയൊരു അന്വേഷണത്തിന് മുതിരുന്നില്ല എന്നുള്ള വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലയിലെ ഒരു 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 വീഴ്ച എന്നുള്ള നിലയിൽ. അത് എനിക്ക് തോന്നുന്നത് അത് എപ്പോഴാണ് തിരികെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരികെ വന്നേ തീരൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ നമ്മൾ അതിജീവിച്ചു. നമ്മൾ ഇതാ പിന്നെ നരേന്ദ്രമോദിയെ അതിജീവിക്കും. അതിജീവിക്കുന്ന കാലഘട്ടം വരെ നമ്മൾ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ കുറ്റം, നമ്മുടെ കുറ്റം. പക്ഷേ അത് അതിജീവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാധ്യമങ്ങൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശോഭയോടുകൂടി തിരികെ വരും എന്നുള്ളതാണ്. എംബഡഡ് ജേർണലിസം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ആലസ്യം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനപ്പുറത്തേക്ക് മാധ്യമ ലോകം കുതിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആത്യന്തികമായി നോക്കൂ, എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവര കൈമാറ്റം എപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത്? ഒരിക്കലുമില്ല. തത്സമയ ദൃശ്യങ്ങൾ എപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത്? ഒരിക്കലുമില്ല. തത്സമയ അവലോകനങ്ങൾ എപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത്? ഒരിക്കലുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ടർ ടെലിവിഷൻ തുടങ്ങണമെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പുണ്ട് ഈ ലോകാവസാനം വരെ തത്സമയ ദൃശ്യങ്ങൾ ഉണ്ടാവും, ഈ ലോകാവസാനം വരെ ന്യൂസ് ആങ്കറിങ് ഉണ്ടാവും. കാരണം അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ ഒരാൾ. ആ പറയുന്ന കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടായി. നിങ്ങൾക്ക് സാറ്റലൈറ്റ് വേണ്ട, ഇപ്പോൾ BBC പോലും സാറ്റലൈറ്റ് ഒഴിവാക്കുകയാണ്. അപ്പോൾ ആരുടെ ഔദാര്യം നിങ്ങൾക്ക് ഇനി ആവശ്യമില്ല. ഒരു രാജ്യത്തിൻ്റെ ഔദാര്യം നിങ്ങൾക്ക് ഇനി ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നിന്ന് സാധിക്കുന്നില്ലേ? ഇവിടെ നിന്ന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് പോയിട്ട് ഈ കേരളക്കരയിൽ മാത്രമുള്ളൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്റ്റിക്കൽ ഫൈബർ ഇനി അഥവാ പിന്നെ ഈ പറയുന്ന ഈ ACVO അല്ലെങ്കിൽ ഈ കേരള വിഷനോ പോലുള്ള ചാനൽ അവർക്ക് പോലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി. അപ്പോൾ സാധ്യതകൾ ഏറെയാണ്. ജേർണലിസം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അതിനകത്ത് ഒരു എവിടെയോ ഒരു തടസ്സം വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് എനിക്ക് തോന്നുന്നത് പൊതുവായി ഈ പറയുന്ന ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു ഭരണകൂടം ഉണ്ടാകാൻ സാധ്യതയുള്ള സാധാരണ കാര്യമായിട്ടാണ് കാണുന്നത്. ഒരു സാധാരണ കാര്യം നല്ലൊരു അസാധാരണ കാര്യമായിട്ടാണ് വരുന്നത്. അതിന് മറികടക്കും. കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെ തുടക്കകാലത്ത് ഇതൊരു ക്രിസ്ത്യൻ മിഷനറിയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ അച്ചടി യന്ത്രങ്ങളാണെങ്കിലും നമ്മളുടെ പിന്നെ മാഗസിനുകളാണെങ്കിലും എഴുത്തുകുത്തുകൾ, മാനുസ്ക്രിപ്റ്റ് എല്ലാം ഒരു മിഷനറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യ സമരകാലത്താണ് പത്രമാധ്യമങ്ങൾ ഒരു കുതിച്ച് കയറ്റം അല്ലെങ്കിൽ ഒരു വേറെ രീതിയിലുള്ളൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് അധികാരത്തിൻ്റെ പ്രയോഗമാണ് മാധ്യമങ്ങളുടെ മുകളിൽ. അടിയന്തരാവസ്ഥ കാലത്തും വിമോചന സമരകാലത്തൊക്കെ നമ്മൾ പത്രത്തിൻ്റെ നാവരിയുക അല്ലെങ്കിൽ പത്രക്കാരൻ്റെ നാവരിയുന്നത്, സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് വിമോചന സമരകാലത്താണെങ്കിൽ ഭരിക്കുന്നവൻ ആരാണോ അവൻ്റെ സ്തുതിപാഠന കേന്ദ്രമായിട്ട് പത്രമാധ്യമങ്ങൾ മാറുന്നു. ആ സമയത്തൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയ ഡെവലപ്പ് ചെയ്തിരുന്നു. ലിറ്റിൽ മാഗസിൻ, ടാബ്ലോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയ വളരെ ഭംഗിയായി ഈ പത്രത്തിൻ്റെ ധർമ്മം നിർവഹിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ഒരു മാറ്റം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ എന്നാണ് ഞാനിത് ചോദിക്കാൻ കാരണം. നമ്മളുടെ ഈ എത്തിക്സ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് തന്നെയാണ്. കാരണം അതിനെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഇന്ത്യ വിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐസ്ക്രീം പാർലർ കേസുണ്ടായ സമയത്ത് അതിൻ്റെ വിക്റ്റിം പലപ്പോഴും പത്രസമ്മേളനം നടത്തുമ്പോൾ അവരുടെ ഒക്കത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു, ഒരിക്കലും ആ കുഞ്ഞിൻ്റെ മുഖം കാണിക്കാൻ പാടില്ല, അത് മാസ്ക് ചെയ്തിട്ടേ അത് വരാൻ പാടുള്ളൂ. കാരണം പലപ്പോഴും നമ്മൾ മറന്നുപോകും, ഈ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖം മാസ്ക് ചെയ്യാൻ നമ്മൾ മറന്നുപോകും. വിക്ടിമിൻ്റെ നമ്മൾ മാസ്ക് ചെയ്യും, പക്ഷെ കുഞ്ഞിനെ നമ്മൾ ചെറിയ കുഞ്ഞല്ലേ അത് വയ്ക്കും. പക്ഷെ അതുപോലും കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആ കുഞ്ഞിൻ്റെ മുഖം ഒരിക്കലും ഒരു ജീവിയും കാണാൻ പാടില്ല. കാരണം നാളെ അത് മുതിർന്നൊരു പൗരനായിട്ട് വരുന്ന സമയത്ത്, അഡൽട്ട് ആവുന്ന സമയത്ത് അതിനുണ്ടാകുന്നൊരു മാനഹാനി എത്രയാണെന്നുള്ളത് ഞങ്ങളത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊരു മീഡിയ എത്തിക്സ് പറഞ്ഞു കൊടുക്കുന്നില്ല, ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയക്ക് സമയമായിട്ടുണ്ടോ നികേഷ്? നോക്കൂ ഡോക്ടർ ഷിലിജാസ്, നമുക്ക് ലിറ്റിൽ മാഗസിനിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.
അതിനുള്ള ഏറ്റവും നല്ല ഉത്തരം എന്ന് പറയുന്നത് ധ്രുവറാട്ടിമാരാണ്, രവീഷ് കുമാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുഖ്യധാരാ മാധ്യമം എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേരാണ് ടൈംസ് നൗ. അതിൻ്റെ സബ്സ്ക്രൈബർ ബേസ് എന്ന് പറയുന്നത് 64 ലക്ഷമാണ്. 64 ലക്ഷം മോശമൊന്നുമല്ല. ധ്രുവറാട്ടിയുടേത് 3 കോടിയാണ്. രവീഷിൻ്റെത് ഏതാണ്ട് 2 കോടിയോട് അടുപ്പിച്ചാണ്. അപ്പോൾ വഴികളുണ്ട്, അതാ പറഞ്ഞേ. മുഖ്യധാര ഈ പറയുന്ന ടൈംസ് നൗവിൻ്റെ ഒരു വീഡിയോ 20,000, 15,000, 25,000 എന്നൊക്കെ ആയിരിക്കും. ധ്രുവറാട്ടിയുടെ മില്യനല്ല എത്താത്ത ഒരു വീഡിയോ ഉണ്ടാവില്ല. എന്തിന് നമ്മളെക്കുറിച്ചുള്ള നമ്മളെ തുണിയുരിഞ്ഞ് ആക്ഷേപിച്ച ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്താ? ഇത് കേരള സ്റ്റോറി അല്ലേ? കേരള സ്റ്റോറി നമ്മളെ തുണി ഉരിഞ്ഞ പോലെയല്ലേ നമുക്ക് ആ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് കാണുമ്പോൾ തോന്നുക. ഈ കേരള സ്റ്റോറിയെ കുറിച്ച് ആധികാരികമായിട്ടുള്ളൊരു വീഡിയോ ഏതെങ്കിലും മലയാളി ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തത് ധ്രുവറാട്ടിയാണ്. ഞാൻ തന്നെ ടെലിവിഷൻ ചർച്ച ചെയ്തു. ആലോചിക്കണം, നമ്മളൊക്കെ ലജ്ജ കൊണ്ട് തലകുനിക്കണം. പെട്ടെന്നൊരു കേരള സ്റ്റോറിയുടെ ഡിസ്കഷൻ വന്നാൽ നമുക്കൊന്ന് റിക്കലക്ട് ചെയ്യണമല്ലോ കാര്യങ്ങൾ. പെട്ടെന്ന് ഇതെടുത്താണ് കാണുക, ധ്രുവറാട്ടിയുടെ വീഡിയോ എടുത്തിട്ടാണ് കാണുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഓൾട്ടർനേറ്റീവ് മീഡിയ ഏറ്റവും ശക്തമായിട്ടുള്ള കാലഘട്ടമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന രീതിയിലാണ് പാളിച്ചു വരുന്നത്. നമ്മൾ അതിനകത്ത് ശക്തമായിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. കേരളം യഥാർത്ഥത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് വോയിസ് ആണ്. ലോകത്ത് ഇത്രയും ചലനാത്മകമായ ഒരു സമൂഹം ഇല്ല മലയാളികളെ പോലെ. ഇടതുപക്ഷത്തിന് ഇത്രയധികം ശക്തം. പലരും ചോദിക്കാറുണ്ടല്ലോ, ബംഗാളാകുമോ കേരളം? ഒരിക്കലും ആകില്ല ബംഗാൾ. കാരണം അത്രയും നല്ല രാഷ്ട്രീയ ബോധമുള്ള ഇടതുപക്ഷങ്ങളുള്ള നമ്മൾ എന്തിനാ ലെഫ്റ്റിനെ നോക്കുമ്പോൾ നേതാക്കളെ നോക്കുന്നത്? ലെഫ്റ്റിനെ നോക്കുമ്പോൾ നിങ്ങൾ താഴോട്ട് നോക്കൂ. ഓരോ നാട്ടിലെയും സാധാരണക്കാരായ ആളുകളുടെ ഇടതുബോധം ഒരുപക്ഷെ നേതാക്കൾക്ക് ഉണ്ടാവില്ല.